അപ്പോൾ പോക്കിൻ്റെ മുമ്പത്തെ തലേദിവസം രാത്രി 11 മണിക്കാണ് ഇൻസ്റ്റയിലേക്ക്, അതായത് നമ്മുടെ സെക്കൻഡ് ചാനലിലേക്കുള്ള വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്തു. ആകെ ഒറ്റ വീഡിയോ ആണ് ബാക്കിയുള്ളത്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടി തീരും. പക്ഷേ മെയിൻ ചാനലിൽ നടന്നില്ല. ഇറ്റ് ഡി നോട്ട് വർക്ക് ഔട്ട് എസ് പ്ലാൻഡ്. പാസ്പോർട്ട് സാധനങ്ങളെല്ലാം കിട്ടി. ഞാൻ വിസയും ഇതിൻ്റെ എല്ലാത്തിനും പ്രിൻ്റ് ഔട്ടും കുത്തറാണ്ടും എല്ലാം എടുത്തു. ഇനി ജസ്റ്റ് പാക്കിങ്ങും അല്ലാണ്ട് നാളെ രാവിലെ സമയത്ത് എഴുന്നേറ്റ് പോയാലും കൂടെ മതി. ഇപ്പോഴത്തേക്ക് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. വല്ലതും നടന്നു. എയർപോർട്ടിലെത്തി. ഒരു ബാഗ് അടിയിൽ ഡീറ്റെയിൽ സാധനങ്ങളും പാസ്പോർട്ട് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ക്യാമറ എടുത്തു. എന്നെങ്ങാനും മേടിക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ക്യാമറയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫോണിലാണ് സാധനം ചെയ്യുന്നത്. മൈക്കൊന്നും കുത്തിയിട്ടില്ല. ഞാൻ എന്താണ് അകത്തേറി കസ്റ്റമറും ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി. കറക്റ്റ് സമയത്ത് തന്നെ 1.5 മണിക്കൂർ മുമ്പ് ഞാൻ എത്തി. 8:30 ഇപ്പോൾ 10 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. നാളെയാണ് ഞാൻ എത്തത്തുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോഴും D-1 ഡേ ആണ്. ഇപ്പോഴും D-Day ആയിട്ടില്ല, D-1 ആയിട്ടുള്ളൂ. ഫണി തിങ്, ഞാൻ നമ്മുടെ ഫസ്റ്റ് തന്നെ മറ്റേ ബോർഡിംഗ് പാസ് മേടിക്കാനായിട്ട് ഇൻ്റർനാഷണൽ ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും ബോർഡിംഗ് പാസ് തരത്തില്ല. അപ്പോൾ ബോർഡിംഗ് പാസ് മേടിക്കാൻ പോയപ്പോഴത്തേക്കും അയാൾ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞപ്പോഴേ എന്താ പോകുന്നത്, ഞങ്ങൾ ട്രിപ്പ് അടിക്കാനായിട്ട് ടൂറിനായിട്ടാണ് പോകുന്നത് പറഞ്ഞപ്പോൾ BTS കാണാനൊന്നും അല്ലല്ലോ അല്ലേ. നമ്മൾ അവരവിടെ ഇല്ല, അവർ മിലിറ്ററി പോയേക്കുക എന്നും ആദ്യം പുള്ളി എന്നെ ഒന്ന് തുറിച്ചൊന്ന് നോക്കി കേട്ടോ. എന്നിട്ട് പറഞ്ഞ അപ്പോൾ പിന്നെ അപ്പുറത്തുള്ള കുറേ പേര് എൻ്റെ അമ്മ അറ്റൻഷൻ എമിറേറ്റ്സുകാർക്ക് മാത്രം ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ വിളിച്ച് പറയുമാവും. അപ്പോൾ എന്താണ് ഞാൻ എവിടെയെന്നും ദൈവമേ നീ ഉണ്ടോ, ദൈവം ഇനിയും ഉണ്ടോ, കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഹിന്ദിയിലും കൂടെ പറയുമെന്ന് പറയല്ലോ, ദൈവത്തെ ഓർത്ത് എനിക്ക് വയ്യ. ഇല്ല, തീർന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന BTS കാണാനൊന്നും പോകുന്നതല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചുറ്റുമുള്ള ബാക്കിയുള്ള ഈ ശ്രീലങ്കൻ എയർലൈൻസ് ആൾക്കാരെല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ കൂടി അതും ഇതൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സൗത്ത് കൊറിയക്ക് മാത്രം പ്രത്യേകിച്ച് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താ, എന്നോട് ഐറ്റിനറി ബുക്കിംഗ് കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, കഴിഞ്ഞ വർഷം എങ്ങാണ്ട് ഇവിടെ നിന്ന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കുറേ പെണ്ണുങ്ങൾ കയറിപ്പോയി, BTSനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയി. 10-22 വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെയാണ്. അവിടെ എത്തിയിട്ട് അതുങ്ങളെ തിരിച്ചു വിട്ടുവന്നു. എന്താണ്ട് ഇമിഗ്രേഷൻ എന്താണ്ട് പ്രശ്നമൊക്കെ ആയിട്ടെ ചുമ്മാ കയറി അങ്ങ് പോയിന്നേ. അതിനുശേഷം ഇവന്മാർ ഈ ഹോട്ടൽ കൺഫർമേഷൻ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടേ ആൾക്കാരെ കയറ്റി വിടുന്നുള്ളൂ. അപ്പോൾ BTSനെ കാണാൻ പോകുമ്പോൾ നമുക്ക് വേറെ സെറ്റാക്കാം കേട്ടോ. കൊളംബോയിലേക്കാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് 1 മണിക്കൂറേ ഉള്ളൂ. അവിടെ ഒരു 7 മണിക്കൂർ ലേ ഓവറുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ സൗത്ത് കൊറിയയ്ക്ക്. അവിടെ നിന്ന് എത്ര 6 മണിക്കോ 7 മണിക്കെങ്ങാണ്ട് പോവും. എന്നിട്ട് അപ്പുറത്ത് രാവിലെ 4:30 എത്തും. അതാണ് നമ്മുടെ ഇപ്പോഴത്തേക്കുള്ള പരിപാടി. ഇന്നലെ രാത്രി ഞാൻ ഈ കറൻസി എക്സ്ചേഞ്ചും ഫോറക്സും ഈ മാർക്കപ്പ് ചാർജസും ഈ ഇൻ്റർനാഷണലിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള പൈസയുടെ എല്ലാ പരിപാടിയും ഞാൻ ഇന്നലെ രാത്രി ഒരു 5 മണിക്കൂർ ഇരുന്ന് പഠിച്ചതാണ്. എനിക്ക് ഉറക്കം വന്നില്ല, ഭ്രാന്ത്. ഞാൻ കുറേ നേരമല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിർത്തും. അപ്പോൾ കൊളംബോ വന്നിറങ്ങിയിട്ടുണ്ട്. ബേസിക്കലി ഞാനൊന്ന് കണ്ണടച്ച് ഉറങ്ങി വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നേരെ സ്ഥലമെത്തി. എനിക്ക് വട്ടായി. ഞാൻ മര്യാദയ്ക്ക് വെറുതെ കിടന്നുകൊണ്ടിരുന്ന. ഇനിയുണ്ട് ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട്. സോ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവർ സാധനം കാണിക്കത്തുള്ളൂ. എല്ലാം അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് പറയുമായിരിക്കും. മറ്റേ ചേച്ചി റെയിൽവേ സ്റ്റേഷനിൽ പറയുന്ന പോലെ മണ്ടയിൽ പറയുമായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലെയിനിൽ കയറണം. പ്ലെയിനിൽ കയറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉറക്കം നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്താവോ എനിക്കൊരു പിടുത്തമില്ല.
ഞാൻ എന്നാണിപ്പോൾ ഒരു അലയാ പ്രേതം പോലെ നടക്കുവാണ്. ഓരോ ഞമ്മൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡിൽ നിന്ന് പ്ലെയിനിൽ നിന്ന് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വിശപ്പൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് ചിലപ്പോൾ ഒന്ന് മേടിച്ച് തിന്നുമായിരിക്കും വല്ലതും. നോക്കട്ടെ. നമ്മൾ ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളും കാണിച്ചു തരാം. സോ നമ്മൾ വന്നു ആ സൈഡിൽ നിന്ന്, അവിടെ നിന്നാണ് വന്നത്. വരുന്ന വഴിയിൽ കുറേ ലൗഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ഫാഷൻ കഫേ, ഡയമണ്ടും അത് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലത്തേക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ എന്തോ കോഫി കട, അടിയിൽ വേറൊരു നില, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫ്ലെമിംഗ് ഡ്യൂട്ടി ഫ്രീ. ഇതിൻ്റെ അകത്ത് സാധനമുള്ളത് ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. ഇറ്റ്സ് ബേസിക്കലി ഫുഡ് ഐറ്റംസ്, സ്കിൻ കെയർ ഐറ്റംസ്, പിന്നെ ഓൾ ദി ബ്രാൻഡഡ് പ്രോഡക്ട്സും അങ്ങനെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും. നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല. ബട്ട് ഇത് ജോണി ചേട്ടൻ എങ്ങനെയൊക്കെ ബർഗർ കിങ്ങിലൊക്കെ തന്നെയായിട്ട് ഇടി. ഇവിടെ ഡോളറിലെ വില വട്ടായി എനിക്ക്. ഡോളറിലെ വില എല്ലാം ഫുള്ള് ഭ്രാന്തായി നടക്കുന്നു. അയ്യോ, ബേസിക്കലി ഇതാണ് ട്രാൻസിറ്റ് ഏരിയ. ഇവിടുത്തെ ചെറിയ സ്റ്റോളുകളും കുന്തറാണ്ടങ്ങളൊക്കെയാണ്. അപ്പോൾ വീണ്ടും സാഡ് ന്യൂസ് കഴിഞ്ഞ് പിന്നെയും സാഡ് ന്യൂസ് തന്നെയാണ്. ഞാൻ മര്യാദ കിടന്ന് ഉറങ്ങിയേനെ. പക്ഷേ ദ ഫ്ലൈറ്റ് ഇസ് ബിൻ ഡിലേഡ് അഗെയിൻ ബൈ 2 hours. 6:20 എൻ്റെ ഫ്ലൈറ്റാണ്. ഇനി 8:20 വരത്തേക്കും ഡിലേ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എത്ര മണിക്കൂറാവുമോ എനിക്കൊരു പിടുത്തമില്ല. ഞാൻ കുറേ നേരം അവിടെ നിന്ന് തൂങ്ങി, കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ദേ കാണുന്നു. എങ്ങനെ ഇരിക്കണം? ചെക്ക് ഇൻ ചെയ്തിട്ട് വേണമെങ്കിൽ അകത്ത് കയറിയിരുന്നാൽ പിന്നെ ഇറങ്ങണ്ടേ പുറത്തോട്ട്. അകത്ത് വേറെ പിന്നെ സെക്യൂരിറ്റി ചെക്കും കുന്തറാട്ടമൊക്കെ ഉണ്ട്. എന്നെക്കൊണ്ട് എല്ലാം കൂടി പറിച്ചെടുക്കാണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലതും ഞാൻ മേടിക്കാം എന്നോർത്തു. നോക്കട്ടെ. വട കിട്ടാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. നമ്മളിവിടെ എയർപോർട്ടിൽ ഇപ്പോൾ അടുത്ത ദിവസമായി. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 11:30 ഇപ്പോൾ എത്തിയതാണ്. ഫ്ലൈറ്റ് 6 മണിക്ക് പോകേണ്ടതാണ്. 6:20 ആകുമ്പോൾ പോകേണ്ടതാണ്. നമ്മുടെ ചെക്കനും മറ്റേ ബോർഡിംഗ് പാസും സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവരകത്തേക്ക് കയറ്റിയിരുത്തി. 6 മണിക്ക് ഫ്ലൈറ്റ് വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ 9:00 ഫ്ലൈറ്റ് വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു 11:30 ആയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ അടി തുടങ്ങി. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇന്ന് ഫ്ലൈറ്റ് ഇല്ല, ഈ നാളെ രാവിലെ 7:30 ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാവലിൻ്റെ വൗച്ചേഴ്സ് തരുന്നുണ്ട് ഇവിടുത്തെ ഹോട്ടലിൽ. ആ ഒരു 7 മണിക്കൂർ ഇരിക്കാനായിട്ടും രാവിലത്തെ കഴിക്കാൻ പോലെ തരുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ എല്ലാം അവർ സെറ്റാക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. 13 മണിക്കൂർ ഡിലേ. ഓക്കെ, ശരി, സമ്മതിച്ചു. ഞാനിപ്പോൾ എന്തെങ്കിലും ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്ന് പോകുന്നെങ്കിൽ ഞാൻ വട കിട്ടിയേനെ. എൻ്റെ എക്സ്ട്രാ ഡേ ആണ്. അതുകൊണ്ട് ഒരു കുറച്ച് നാളുടെ ഡിലേ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അതും പോട്ടെ. നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണല്ലോ. ഇന്ത്യൻ പാസ്പോർട്ടായ കാരണം കൊണ്ട് ഞാൻ മറ്റേ ട്രാൻസിറ്റ് വിസയുടെ സാധനം അടിച്ച് അവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ വേറെ എന്തോ പ്രശ്നം. ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിട്ട് എന്താണ്ടോ ചെയ്തില്ല, എന്താണ്ടോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അവിടെയും ഒരു 1/2 മണിക്കൂർ അവിടെ ഇരുത്തി. അപ്പോൾ എത്രയായി സമയം? 12 മണി. 7 മണിക്കൂറും കൂടെ ഉള്ളൂ. ഓക്കെ, അതും പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ കൊളംബോ സ്റ്റോപ്പ് ഓവർ അവിടെ ഒരു കൗണ്ടറുണ്ടോ? അവിടെ കൗണ്ടറിൽ പോയിട്ടാണ് നമുക്ക് ഹോട്ടൽ വൗച്ചർ കാണിച്ചിട്ട് അവർ ട്രാൻസ്പോർട്ടേഷനും പിന്നെ മുറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഒരു മനുഷ്യനും ഇല്ല. ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വന്ന് അതൊക്കെ ചായ കുടിച്ച് പുള്ളി വന്നിട്ട് ഫോൺ വിളി. ഞാനിത് കാണിച്ചപ്പോൾ പറഞ്ഞു സാറേ 5 മിനിറ്റ്. ശരി, 5 മിനിറ്റ് ഞാൻ പറഞ്ഞു ഓക്കെ. ഹോട്ടലിൽ അവിടെയും മുറി മറ്റൊരു ചുമ്മാ എഴുതി തള്ളി എല്ലാവർക്കും മുറി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഹോട്ടലിൽ മുറിയേ ഇല്ലയെന്ന് തോന്നുന്നു. അവസാനം ഇവിടെ നിന്ന് എല്ലാവരും പോയേക്കുന്നതുകൊണ്ട് ഇവിടെ ടാക്സി ഇല്ല. അതെല്ലാം പോട്ടെ. ഇതിൽ വേറെ പ്രശ്നം എന്താ പറ്റിയെന്നറിയാം? ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഇന്നത്തെ 2ാമത്തെ ഫ്ലൈറ്റ് ഇങ്ങനെ വട കിട്ടുന്നത്. സോ രണ്ടും ഒരേ സമയത്ത് തന്നെ. ഇവർക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി. സോ ആ ഫ്ലൈറ്റിലുള്ളവർക്ക് എല്ലാവർക്കും അക്കോമഡേഷൻ കൊടുക്കണം. കാരണം അവരുടെ ഫ്ലൈറ്റ് നാളെ രാവിലെയാണ് അവൻ്റെ ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് ഇൻചേണിലേക്കുള്ള ഫ്ലൈറ്റും ക്യാൻസലായി. അപ്പോൾ അങ്ങനെ വന്ന് അത് ക്യാൻസലായി ഡിലേ ആയി. അത് ഡിലേ ആയപ്പോഴത്തേക്കും
അവർക്കും എല്ലാവർക്കും അക്കോമഡേഷൻ കൊടുക്കാം. സോ ബേസിക്കലി 2 പ്ലെയിൻ നിറച്ചുള്ള ആൾക്കാർക്ക് വീട് ഇവർ കൊടുക്കണം, ശ്രീലങ്കൻ എയർലൈൻസ്. ആ കാരണം കൊണ്ടാണ് എല്ലാവരും കൂടെ വട ഇട്ടേക്കുന്നത്. പക്ഷേ അറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ 1 മണിക്കൂർ കിടന്നു, നേരെ കുളിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് തിരിച്ച് വന്നേക്കുന്നതാണ്. ഇപ്പോഴും 7:30 എന്ന് പറഞ്ഞാൽ ടൈം എഴുതിയിട്ടുണ്ട്. ഇനി 3-4 മണിക്കൂർ ഡിലേ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫോർ നൗ ഇറ്റ് ലുക്സ് ഫൈൻ. ആൻഡ് അവർ വേറെ ഗേറ്റിൻ്റെ നമ്പറൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ പെരുവഴിയിൽ നിൽക്കും. അത് അങ്ങോട്ടേക്ക് വഴിയാണ്. അതാ, അപ്പോൾ പെരുവഴിയിൽ ഞാൻ നിൽക്കുവാണ്. ഇനി ഇവൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയിട്ട് വേണം നമ്മുടെ അടുത്ത പരിപാടിക്ക് പോകാനായിട്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് എത്തേണ്ട ഞാൻ ഇവിടെ ഇപ്പോൾ 7 മണി ഇപ്പോൾ നേരത്തെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തു. എയർപോർട്ട് തെണ്ടി ഞാനൊന്ന് നടക്കട്ടെ. ഞാൻ മറന്നുപോയ ഒരു സംഭവം, എയർപോർട്ടിൽ കുന്ത്രാണ്ടൊക്കെ ഉണ്ടല്ലോ, ഡിപ്പാർച്ചർ ടൈമിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിവിടെ ട്രാൻസിറ്റും അല്ലല്ലോ, അതുകൊണ്ട് നേരെ ഞാനിപ്പോൾ അക്കോമഡേഷനിലേക്ക് പോയിട്ട് രാത്രിയുടെ ഫുഡിൻ്റെ സംഭവങ്ങളൊന്നും നോക്കട്ടെ. ആദ്യം അക്കോമഡേഷനിലേക്കുള്ള വഴി ഞാൻ തപ്പിപ്പോയി നോക്കട്ടെ കേട്ടോ. കറൻസിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു, മറ്റേ ഒരു $200 എക്സ്ചേഞ്ച് ചെയ്തു. ഇനി എനിക്ക് സിം എടുക്കണം. അതല്ലാണ്ട് മറ്റേ ടീമണി കാർഡും കൂടെ എനിക്കൊന്ന് സെറ്റാക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാനായിട്ട്. അതിൻ്റെ സ്റ്റേഷൻ ഫ്രണ്ടോട് ഞാൻ കാണിച്ചു തരാം. സോ സിം കാർഡും കുന്ത്രാണ്ടൊക്കെ എടുക്കാനായിട്ടുള്ള സ്ഥലമാണ്. LGU+ഉം വേറെ ഏതോ ഈ സിമ്മും, അവിടെ കൊറിയ ടെലികോം, KT, പിന്നെ SK. അപ്പം സിം കാർഡ് സാധനങ്ങളൊക്കെ എടുത്തു. ഞാൻ എൻ്റെ നേരെ ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നതാണ്. അത് അവരുടെ വെബ്സൈറ്റിലേക്കുള്ള സാധനം യൂസർ ഗൈഡും കുന്ത്രാണ്ടൊക്കെ തന്നിട്ടുണ്ട്. 20 ദിവസത്തേക്കുള്ള സിം എടുത്തേക്കുന്നത്. അതിനത്ര 60,500 കൊറിയൻ വോൺ ഉണ്ടായിരുന്നു. അത് രൂപയിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, എന്ന് ഞാൻ സൈഡിലിട്ടേക്കാം. സോ ഇറ്റ്സ് ഫോർ 20 days, 20 ദിവസത്തേക്കുള്ളതാണ്. ഞാൻ പിന്നെ ഇൻകമ്മിങ് ഫ്രീ, ഔട്ട് ഗോയിങ് ഇല്ല, ഇൻകമ്മിങ് ഫ്രീ 20 ദിവസത്തേക്ക്. സിമ്മൊക്കെ മാറ്റിയിട്ട് സാധനം ആക്ടിവേറ്റ് ആയിട്ടില്ല ഇപ്പോഴും. ഇതാണ് ടീമണി കാർഡ്. ബസ്സിനും ട്രെയിനിനും എല്ലാ കുന്ത്രാണ്ടത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. നമ്മൾ ചാർജ് ചെയ്യും, എന്നിട്ട് നേരെ യൂസ് ചെയ്യുന്ന സാധനം. നാളെ ഞാൻ ചെക്ക് ആവുകയും കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഫുൾ ഡേ ഉണ്ട് ചേച്ചി വരുന്നതിന് മുമ്പ്. ആ സമയത്ത് ഞാൻ പോയിട്ട് ചിലപ്പോൾ സോളിലേക്ക് പോയിട്ട് അവിടുത്തെ ഷോപ്പിംഗ് മോളിലോ സാധനത്തിൽ DJIൻ്റെ സ്റ്റോറിൽ പോയിട്ട് ക്യാമറ മേടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്നെന്താണെങ്കിൽ നമുക്ക് ലേറ്റ് ആയത് നല്ല കാര്യമായി, കാരണം ഇത്രയും ലേറ്റ് ആവണ്ടായിരുന്നു. കറക്റ്റ് ഒരു 5 മണിയൊക്കെ പറ്റിയാൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ 7 മണി. അതാണ് ഇതിൻ്റെ അങ്ങറ്റം വരെ ഒന്ന് പോയി നോക്കട്ടെ, അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാനായിട്ട് ചുമ്മാ ഒന്ന് പോയി നോക്കട്ടെ. ദൈവമേ, it's cold. Oh goodness, it's cold as hell. Actually hell is hot, but sure. No man, fuck, it's too cold. ഭയങ്കര തണുപ്പാണ്. ചെവിയുടെ അകത്തേക്കൊക്കെ തണുപ്പ് കയറുന്നു, എനിക്ക് വട്ടാവുന്നു. സോ ബൈ ദ വേ, നോ ജയോ. അവിടെ ചുമലയാണെങ്കിലും വണ്ടിയൊന്നും ഇല്ലെങ്കിലും there is no ജയോ walking. So we wait. പ്രതീക്ഷിച്ചതിനെക്കാട്ടും തണുപ്പുണ്ട് കേട്ടോ. അതും രാത്രി സമയത്ത് വന്ന കാരണം മൈ ബോഡി ഈസ് നോട്ട് ഏബിൾ ടു എന്താ പറയുക, അഡ്ജസ്റ്റ് ടു ദ ടെമ്പറേച്ചർ ഫാസ്റ്റ് ഇനഫ്. നാളെ എന്തെങ്കിലും ശരിയാവും, പക്ഷേ ഇന്നത്തേക്ക് എന്തായാലും നമ്മൾ കുറച്ച് എക്സ്ട്രാ ലോഡിങ്സ് കുത്തിക്കയറ്റേണ്ടി വരും. ഇവർക്കൊക്കെ എന്നാ സ്പീഡാണ്, അവർക്കൊക്കെ ഇങ്ങോട്ട് പോകണ്ടെന്ന് അറിയാൻ തോന്നുന്നു. അത് എന്താണ്ട് താഴെയിട്ട്. ഇന്ന് നമുക്ക് ക്രോസ് ചെയ്യേണ്ട 25 seconds ഉണ്ടോ? എന്നാ നമുക്ക് ഓടിപ്പോം. 25 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈസ് ദി അമേസിങ് സ്ക്വയർ. ഈ സ്ക്വയറേക്കാൾ ക്രോസ് ആയിട്ട് വേണം എനിക്ക് അക്കോമഡേഷൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇവിടെ ഈ ക്യാപ്സ്യൂൾ ഹോട്ടൽസും സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ എക്സ്പെൻസീവ് ആണോ അത് കുറവ് എക്സ്പെൻസ് ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എല്ലാത്തിനും എക്സ്പെൻസും സംഭവമൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്.
തിരിച്ച് മാപ്പ് എടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വട കിട്ടും. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് വഴി അറിയില്ലേ. അയ്യോ, ഒരു സ്ഥലത്ത് 13 മണിക്കൂർ ഇരുന്നാൽ മതി, എനിക്ക് ഇനി ഇവിടെ ഒരു 13 മണിക്കൂർ തന്നെ തിരിയാൻ വയ്യ. അതുകൊണ്ടാണ്. This is a disposable transportation card printout machine. Please select preferred service. Recharge. You have selected charge transportation card. Please place the transportation card. Please select amount of charge and insert cash. 50,000 won. Charging. Please wait. Charging is complete. If you want to receipt, please press print receipt. സോ ആ സംഭവം ഇസ് ലിറ്ററലി ദാറ്റ് സിമ്പിൾ. നമ്മൾ കാർഡിൽ വെക്കുക, ഫോൺ റീചാർജ് ചെയ്യുന്നു പറയുന്ന പോലെ നമ്മൾ പൈസ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ സാധനം റീചാർജ് ചെയ്ത് നമുക്ക് വരുവാണ് ചെയ്യുന്നത് കേട്ടോ. സംഭവം കൂടുതലായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കുന്തറാണൊന്നും ചെയ്യുന്നില്ല. ബട്ട് ദിസ് ഈസ് ഡെഫിനറ്റ്ലി നൈസ്. ഞാൻ വീണ്ടും ഇപ്പോഴും പെരുവഴിയിൽ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് വഴി അറിയത്തില്ല. എൻ്റെ അകത്ത് ഹീറ്റർ ഓൺ ആക്കിയിട്ടേക്കുന്നതാണ്. സോ ഇറ്റ്സ് ആക്ച്വലി ഹോട്ട് ഇൻസൈഡ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വട കിട്ടത്തുള്ളൂ. ഞാൻ പക്ഷേ സ്ഥലം ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ലേ. ഞാൻ ഇപ്പോൾ പിന്നെയും നടക്കട്ടെ. ഇത് തന്നെ എക്സ്പ്രസ് ട്രെയിൻ. ഇത് ട്രെയിൻ പിടിച്ച് പോവുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെയുള്ള സാധനമാണ്. എനിക്ക് പുറത്തോട്ട് ഇറങ്ങണ്ടേ, എനിക്ക് എൻ്റെ അകത്തിരുന്ന് ഇറങ്ങിയിട്ട് കാര്യം. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് നോക്കട്ടെ. സോ ഇറ്റ്സ് ലിറ്ററലി ഗോ സ്ട്രെയിറ്റ് ഓൾ ദ വേ. വീണ്ടും ഞാൻ നടക്കാൻ തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. ദോ ട്രെയിനിൽ പിടിച്ച് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ എത്തിയത്. അയ്യോ എനിക്ക് തണുക്കുന്നേ, പക്ഷേ കുഴപ്പമില്ല, നോട്ട് ബാഡ്. ആ ഭാഗത്തും കണ്ടായിട്ടാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ, ആ മഞ്ഞാറുള്ള അവിടെ ആ ഒരു ഭാഗത്തായിട്ട്. ഞാൻ അവിടെ വരെ നടക്കണം. പറഞ്ഞ പോലെ ടേക്ക് ലൈക്ക് 20 minutes ഓസം. പക്ഷേ കുഴപ്പമില്ല. ഞാനുണ്ടല്ലോ ആദ്യം മണത്തരം കാണിച്ചു. ഞാൻ ക്രോസ് ചെയ്ത് നടുക്കുമ്പോഴത്തേക്കും ഫുള്ള് വണ്ടികളെ. പിന്നെയാണ് ഞാൻ ഈ ഒരു ഫ്ലൈ ഓവർ പോലത്തെ സാധനം കണ്ടത്. നമ്മൾ നാട്ടിൽ നിന്ന് അതുപോലെ ക്രോസ് ചെയ്യാന്ന് ഓർത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചണ്ടാക്കി കിട്ടും. അതുകൊണ്ട് എല്ലാം നോക്കി ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു. വണ്ടർഫുൾ. ഇനിയുണ്ട് കുറച്ച് നടക്കാണ്ട്. ഇതുപോലത്തെ ഒരു ഫ്ലൈ ഓവറും കൂടെ ഉണ്ട്. വെയിറ്റിംഗ്. പച്ച സിഗ്നൽ കാണുന്നില്ല, എനിക്ക് പോവാൻ പറ്റുന്നില്ല. ഈ ഹയാത്ത് എന്ന് പറഞ്ഞ സാധനം എല്ലാ നാട്ടിലും ഉണ്ടല്ലേ? ഈ ഹയാത്ത് എന്ന് പറഞ്ഞ സാധനം എല്ലാ നാട്ടിലും ഉണ്ടല്ലേ ഹയാത്ത്? ആ ഫ്രണ്ടിൽ കാണുന്ന ഗ്രാൻഡ് ഹയാത്താണ്. എല്ലാ നാട്ടിലും ഉണ്ട് ഈ സ്ഥലം. ഭ്രാന്ത്. കൊള്ളാം. അക്കോമഡേഷൻ ബിൽഡിങ്ങിലെത്തി. 7ാം നിലയിൽ 721 ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലിഫ്റ്റ് എത്തി. ഞാൻ 721 പോട്ടെ. എന്നെ ലിഫ്റ്റ് കുലുകുന്നു. 721 703 704 23 721 കണ്ടുപിടിക്കട്ടെ. 721 എത്തി. എൻ്റെ ഗെസ്സിങ് ഇറ്റ്സ് എ പാസ്കോഡ്. ഞാൻ പാസ്കോഡ് നോക്കട്ടെ. ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കാമോ? ഇതാണ് മുറി. സോ യു ഹാവ് ദി ഡബിൾ ബെഡേ ഉള്ളൂ കേട്ടോ. ഒരാൾക്കായിട്ടുള്ള ബുക്കിംഗ് അല്ലെങ്കിൽ ഒരാൾക്കായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞ സാധനം കുറേ ഭയങ്കര കുറവാണ്. എപ്പോഴും 2 പേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സിംഗിൾ ഡബിൾ ബെഡാണ്. ഇരിക്കാൻ സ്ഥലം, കാനൻ TV, ഓണാക്കാൻ അടുക്കള, വാട്ടെവർ, കണ്ണാടി, ഫ്രിഡ്ജ്, ബാത്റൂം ആൻഡ് ഈ സാധനം കേട്ടോ, മോഷൻ സെൻസർ വെച്ചിട്ടുള്ള ലൈറ്റ്. നമ്മൾ ഡോറിൽ പോകുമ്പോഴത്തേക്കും ലൈറ്റ് കത്തും. അപ്പോൾ ഈ മുറിയും പെട്ടെന്നൊക്കെ ബുക്ക് ചെയ്തേക്കുന്നതായിരുന്നു. ഇതിൻ്റെ പ്രൈസ് സാധനങ്ങളൊക്കെ ഞാൻ സൈഡിലിട്ടേക്കാം, നോക്കിക്കോ. ഇന്ത്യൻ റുപ്പീസും കൊറിയൻ വോണും എല്ലാം ഉണ്ട്. ഞാൻ പക്ഷേ കുത്തിയിരിക്കാനായിട്ട് സമയമില്ല. ഞാൻ പോയിട്ട് ഫുഡ് മേടിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് അവിടെ വട കിട്ടും. ഞാനിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കണ്ടായിരുന്നു കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ടെ ഫുഡ് മേടിക്കട്ടെ. അയ്യോ അമ്മേ, ഞാൻ താഴെ പോയേനെ. അപ്പോൾ ബേസിക്കലി അക്കോമഡേഷനിലേക്കൊക്കെ വന്നു. സാധനങ്ങളൊക്കെ ഓൾറെഡി കണ്ട് കാണുമായിരിക്കും. ഞാൻ എന്നിട്ട് പുറത്തേക്ക് പോയി വീണ്ടും ക്യാമറ എടുത്തുകൊണ്ട് പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ കൈ മരവിച്ച് ഭ്രാന്തായിരിക്കുന്നത് പുറത്ത്. ഇറ്റ്സ് സോ കോൾഡ്.
ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു വർക്ക് ഔട്ട്. അതുകൊണ്ട് ഒറ്റ മനുഷ്യന്മാരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഭ്രാന്തനെ പോലെ നടന്നൊക്കെ വന്നത്. ബാക്കിയുള്ള എല്ലാവരും മറ്റേ സബ്വേ എടുത്തുകൊണ്ടാണ് പോയത്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിട്ട് സബ്വേ സ്റ്റേഷനിൽ നിന്ന് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് അഗെയിൻ ദി ഗിംപാപ്പ് മേടിച്ചു. ദിസ് ഈസ് ബീഫ് ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ അതിൻ്റെയൊക്കെ പടമൊക്കെ ഇതാണ് സാധനം. ദിസ് ഈസ് ലൈക്ക് 1700 കൊറിയൻ വൺ ഉണ്ട്. വീണ്ടും ഗിംപാപ്പ് ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു ട്രൈ ഇറ്റ്. അത് എന്തൊരു വില ഉണ്ടെങ്കിൽ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അതല്ലാണ്ട് ഞാനൊരു സേഫ് ഓപ്ഷനായിട്ടൊരു ദിസ് ഇസ് പോർക്ക് ഹാം സാൻഡ്വിച്ച് ആണ്. ഇതിന് 3300 കൊറിയൻ വൺ ആണ് വില. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സപ്പർ ഇൻ കൊറിയ. തിന്നുന്ന കാണുന്നതാണോ ഗിംപാപ്പ്? ഇത് എവിടെ നിന്ന് തുറക്കുന്നത്? ഇവിടെ നിന്ന് തുറക്കാൻ ഈ രാത്രി ഒരു 8:30 കഴിഞ്ഞിട്ടുള്ള സമയത്താണെത്തേക്കും അവൻ്റെ ഫുഡിനെല്ലാം വില കുറവാണ് രാത്രി ടൈമിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ കൊണ്ടിട്ടോ. ഇതിൻ്റെ അകത്താണോ അതെൻ്റെ പുറത്താണോ? ഓ, അതെൻ്റെ അപ്പുറം സൈഡിലാണ്. സോ ബേസിക്കലി ഇറ്റ്സ് റൈസ്, അരിയാണ്. സോ ദിസ് ഇസ് ദ സീവീഡ് കവർ. ഗിംപാപ്പ് തിന്നാൻ വേണ്ടി നമ്മൾ കൊറിയയിൽ വന്നതാണ്. അറിയാം, ഞാൻ ടൂർ അടിക്കാനൊന്നുമല്ല, ഞാൻ ഗിംപാപ്പ് തിന്നാൻ വന്നതാണ് സത്യമായിട്ട്. സോ ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. ഈ കവറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സീവീഡ്. കവറിംഗ് എന്ന് പറഞ്ഞാൽ സീവീഡാണ് സാധനം. അകത്ത് റൈസ്, അതിൻ്റെ അകത്ത് ഫില്ലിങ്. ഇതിന് ഒരു ഫിഷി സ്മെല്ലാണുള്ളത്. കാരണം ഇത് വരുമ്പോൾ ഈ ചാളയുടെയൊക്കെ മണം പോലെ ഉണ്ട്. കാരണം ഇത് സീവീഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ ഇത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് കേട്ടോ. സീവീഡ് അവിടെ ഉള്ളത് ഇല്ലാത്തത് അറിയത്തോലുമില്ല. ഇത് അകത്തുള്ള ഫില്ലിങ് നമ്മൾ എന്ത് ഫ്ലേവറാണോ മേടിക്കുന്നത് ആ സാധനമാണ് അകത്തുള്ളത്. പുറത്ത് നമ്മൾ ആ സീവീഡ് കവർ വെച്ച് പിടിച്ചിട്ട് ചോറിന് സ്റ്റിക്കി റൈസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. സോ അത് വെച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കും സാധനം. കണ്ടോ, സംഭവം കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ബാഡ്. ഈ സാധനം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് തിന്നാട്ടോ. എൻ്റെ വയറ് സത്യം പറയാം മറ്റു സാധനം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് നിറഞ്ഞു. ഞാനപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഒരു എന്താ പറയുക, ഒരു ഉച്ച അല്ലെങ്കിൽ വെരി ഏർലി മോർണിംഗ്സിലൊക്കെയാണ് ഒരുവിധമുള്ള സാധനങ്ങൾ തുറക്കുന്നതെന്നാണ് കേട്ടത്. അതുകൊണ്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് സബ്വേ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടത്തേക്ക് പോയി അവിടെ നിന്ന് ഏപെക്സ് എന്ന എക്സ്പ്രസ് ട്രെയിനുണ്ട് ഡയറക്റ്റ് സോളിലേക്ക് പോകുന്നത്. 1 മണിക്കൂർ ആണ് സമയം പറഞ്ഞേക്കുന്നത് സോളിലേക്ക് എത്താനായിട്ട്. സോ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വല്ല സ്ട്രീറ്റ് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണോ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയമില്ല ആലോചിക്കാൻ. എനിക്ക് ഇപ്പോൾ കിടന്നുറങ്ങിയാലേ എഴുന്നേക്കത്തുള്ളൂ. പക്ഷേ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ എന്ത് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രാമ ഞാൻ സബ് ടൈറ്റിൽ വെച്ചിട്ട് എൻ്റെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ ഈ സബ് ടൈറ്റിൽ ഇല്ലാത്ത ലോകത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭ്രാന്താകുന്നുണ്ട്. ആൻഡ് ഈ സാധനം കൊള്ളാട്ടോ. ഞാൻ ഓർമ്മ നിന്നു, ഓർമ്മ കൂടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ എന്താ നമ്മൾ പറയാം ഫസ്റ്റ് സപ്പർ. ആൻഡ് നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരത്തേക്കും ബൈ ബൈ. നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ കേട്ടോ. അപ്പോൾ ശരി.